ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. കൊടികുത്തിമല എക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷ നൽകി മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വനം, പരിസ്ഥിതി, ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ സന്ദർശനം. എംഎൽഎമാരായ നജീബ് കാന്തപുരം, എൽദോസ് കുന്നപ്പള്ളി, സി.കെ. ഹരീന്ദ്രൻ, ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് മന്ത്രിക്കൊപ്പം കൊടികുത്തിമല സന്ദർശിച്ചത്. കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയാണ് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം, പരിസ്ഥിതി, ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ കൊടികുത്തിമല സന്ദർശിച്ചത്. വനമന്ത്രിക്ക് പുറമെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളും എംഎൽഎമാരുമായ സി.കെ. ഹരീന്ദ്രൻ, നജീബ് കാന്തപുരം, എൽദോസ് കുന്നപ്പള്ളി, വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് കൊടികുത്തിമലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വനം സംരക്ഷണ സമിതി ഭാരവാഹികൾ എന്നിവരുമായി മന്ത്രിയും മറ്റംഗങ്ങളും ചർച്ച നടത്തി. കൊടികുത്തിമലയെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വാച്ച് ടവർ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ഞങ്ങൾ യോഗം ചേർന്ന് വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ഈ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്തു. ധാരാളം വികസന സാധ്യതയുള്ള ഒരു എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ ഇതിനെ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്കോ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരു സ്ഥലമായി കൊടികുത്തിമലയെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊടികുത്തിമലയിലെത്തുന്ന സഞ്ചാരികൾക്ക് സൂര്യോദയവും സൂര്യാസ്തമയം കാണുന്നതിന് സൗകര്യമൊരുക്കും. രാവിലെ 5:30 മുതൽ വൈകിട്ട് 7 മണി വരെയായിരിക്കും ഇനി പ്രവർത്തന സമയം. വനം സംരക്ഷണ സമിതി യോഗം ചേർന്ന ശേഷമായിരിക്കും പുതിയ സമയക്രമം നടപ്പിൽ വരുത്തുക. കൊടികുത്തിമലയിൽ മെയ് മാസത്തിൽ തന്നെ കൂടുതൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും. ഇവിടെ ശലഭോദ്യാനം ആരംഭിക്കാനും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമാവുന്ന തരത്തിൽ കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് വൈദ്യുതി വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള വികസന പദ്ധതികൾ കൊടികുത്തിമലയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജസ്റ്റിൻ മോഹൻ, DFO ധനിക് ലാൽ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി. രാജീവ്, ADM NM മഹറലി എന്നിവരും മന്ത്രിയോടൊപ്പം കൊടികുത്തിമല സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.